ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൺ അക്കാദമി. അപ്പൊ ടൈം ആൻഡ് വർക്ക് കോഴ്സിൽ പുതിയൊരു ലെസൺ കൂടെ ആഡ് ചെയ്യണം. ഓൾറെഡി 5 ലെസൺസ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഇനിയും ലെസൺസ് ഉണ്ടെന്ന്. അപ്പൊ ടൈം ആൻഡ് വർക്കിൽ ഏത് എക്സാം ആയാലും, ഇപ്പൊ SSC ആയാലും RRB ആയാലും വരാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഇതിൽ കവർ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ പിന്നെ ലെസൺസ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരുവിധം ടൈപ്പ് ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഇനിയും വരാൻ സാധ്യതയുള്ള 2-3 ടൈപ്പ് കൂടെ ഉണ്ട്. അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. മിക്കവാറും ഒരു ലെസൺ കൂടെ ഉണ്ടാവും. ഇതിന്റെ മുമ്പത്തെ ലെസൺസ് ഒക്കെ കേൾക്കാത്തവര് തീർച്ചയായും അത് കണ്ട ശേഷം തിരിച്ചു വരിക. അതായത് നമ്മൾ ആ ഓർഡറിൽ പഠിച്ചു വന്നാലേ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് മുതൽ അങ്ങനെ ഓർഡറിൽ ലാസ്റ്റ് വരെ കാണുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള രീതി. ഇടയിൽ വെച്ച് ലെസണിൽ കയറിയാൽ അതുവരെ പറഞ്ഞ കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും ഞാൻ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ എന്തായാലും ആദ്യം മുതൽ ചെയ്തിട്ട് വരിക. അപ്പൊ നമ്മൾ ഇതിൽ നോക്കിയ ഈ കോഴ്സിൽ നോക്കിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈം ആൻഡ് വർക്ക് പ്രോബ്ലംസ് എങ്ങനെ എഫിഷ്യൻസി മെത്തേഡ് വെച്ച് എളുപ്പത്തിൽ സോൾവ് ചെയ്യാനുള്ള ഐഡിയാസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ആദ്യം വളരെ ബേസിക് ആയിട്ടുള്ള ടൈം ആൻഡ് വർക്ക് പ്രോബ്ലംസ് ആദ്യത്തെ ലെസൺസിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നല്ല ടൈം ആൻഡ് വർക്ക് പ്രോബ്ലംസ് ചെയ്തു. ഇനി കുറച്ചും കൂടെ ലെവൽ കൂടിയ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ലെസൺസിൽ നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഈ ലെസണിലെ. A does 4/5 of a piece of work in 20 days. Then he calls B and they finish the remaining work in 3 days. How long B alone will take to do the whole work? ഇപ്പൊ Aക്ക് ഒരു വർക്കിന്റെ 5-ൽ 4 ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് 20 ദിവസം വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി അപ്പം 5-ൽ 1 ഭാഗമാണ് ഉണ്ടാവുന്നത്. 5-ൽ 4 ഭാഗം പോയാൽ 1 ഭാഗം ബാക്കി ഉണ്ടാവും. 1/5 ആയിരിക്കും. ആ 1/5 വർക്ക് ചെയ്യാൻ B വന്നു. B ആ 1/5 വർക്ക് വെറും 3 ദിവസം കൊണ്ട് തീർത്തു എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഫുൾ വർക്ക് ചെയ്യാൻ Bക്ക് എത്ര ദിവസം എടുക്കും എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ഫുൾ വർക്കിനുള്ള ടൈം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. 4/5 വർക്ക് ചെയ്യാൻ Aക്ക് എത്ര സമയം എടുത്തു? 20 ദിവസം. അപ്പൊ നമ്മൾ 4-ന്, അതായത് 4/5 ആണ്. 4-ന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഡേ എത്രയാണ്? 20 ആണ്. അപ്പൊ ഇനി ഒരു യൂണിറ്റും കൂടെ കൂടണം. നമ്മൾ യൂണിറ്റ്സ് മെത്തേഡ് ആലോചിക്കുക. അപ്പൊ താഴെയുള്ള 5 യൂണിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 5ഓട് കൂടെ മൾട്ടിപ്പിൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഫുൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് Aക്ക് എത്ര ദിവസം വേണ്ടി വരും? 25 ദിവസം വേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാമെന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ 20 × 5/4 ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് എന്ത് കിട്ടും? 25 ഡേയ്സ് കിട്ടും. അതുപോലെ ബിയുടെയും നോക്കാം. ബിക്ക് ബാക്കി 1/5 വർക്കാണുള്ളത്. അപ്പോ എയുടെ കൂടെ ബിയും കൂടെ കൂടി എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ബി ഒറ്റയ്ക്ക് എന്നായിരുന്നു. ആക്ച്വലി ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ്. ദെൻ ഹി കോൾസ് ബി ആൻഡ് ദേ ഫിനിഷ് ദ റിമൈനിങ് വർക്ക്. അവർ രണ്ടുപേരും കൂടെ ആ ബാക്കിയുള്ള വർക്ക് 3 ദിവസം കൊണ്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ 5-ൽ 4 ഭാഗം വർക്ക് ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇനി 5-ൽ 1 ഭാഗം വർക്കുള്ളൂ. ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് Aക്കും Bക്കും കൂടെ എത്ര ദിവസം എടുത്തു? രണ്ടുപേരും കൂടെ 3 ദിവസം എടുത്തു. അപ്പൊ അങ്ങനെ അത് ഫുള്ള് ചെയ്യാം. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഒരു യൂണിറ്റ് 3 ആണെങ്കിൽ 5 യൂണിറ്റ് എത്ര ആയിരിക്കും? 5 യൂണിറ്റ് 5 × 3 15 ദിവസമായിരിക്കും. A+Bക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ 15 ദിവസവും Aക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ 25 ഡേയ്സും ആണ്. അപ്പൊ നമ്മൾ നമ്മുടെ നോർമൽ ഫോമിലെത്തി. A 25, A+B എത്രയായി? 15 എന്ന രീതിയിലെത്തി. LCM കാണുക. LCM 15-ന്റെയും 25-ന്റെയും LCM ടോട്ടൽ വർക്ക് 75 ആയിരിക്കും. എയുടെ എഫിഷ്യൻസി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. 75 ഡിവൈഡഡ് ബൈ 25 ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. അതേപോലെ A+Bയുടെ എഫിഷ്യൻസി 75 ഡിവൈഡഡ് ബൈ 15 ചെയ്യുക 5 കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചത് B ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എന്നാണ്. അതിന് ബിയുടെ എഫിഷ്യൻസി കാണാൻ നമ്മുടെ കാർഡ്ബോർഡ് കോൺസെപ്റ്റ് ആലോചിക്കുക. B ഒരു ദിവസം എത്ര ബോക്സ് ഉണ്ടാക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 5-ൽ നിന്ന് 3 കുറച്ചു. ബിയുടെ എഫിഷ്യൻസി 2 ആയിരിക്കും. ടോട്ടൽ വർക്ക് എല്ലാ കേസിലും സെയിം ആയിരിക്കും. ബിയുടെ എഫിഷ്യൻസി 2 ആണെങ്കിൽ ബിക്ക് എത്ര ദിവസം വേണമെന്ന് വെച്ചാൽ 75/2 ഒന്നെങ്കിൽ 37.5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 37 1/2 എന്ന് ഡേയ്സ് എന്നും നമുക്ക് എഴുതാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 4/5 വർക്കാണ് തന്നത്. അപ്പൊ നമ്മൾ അതിനെ ഫുൾ വർക്കാക്കി. അതേ ഭാഗത്ത് അപ്പുറത്ത് ബിയും കൂടെ കൂടിയിട്ട് ബാക്കി വർക്ക് ചെയ്യാൻ 3 ഡേയ്സ് എന്ന് പറഞ്ഞു. അതിനെയും ഫുൾ വർക്കാക്കി. എന്നിട്ട് നമ്മൾ LCM കണ്ടു, രണ്ടിന്റെ എഫിഷ്യൻസി കണ്ടു, ബിയുടെ ഒറ്റയ്ക്കുള്ള എഫിഷ്യൻസി കണ്ടു. ശേഷം ബി ഒറ്റയ്ക്ക് ചെയ്യാനാണെങ്കിൽ എത്ര ഡേയ്സ് വേണം എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. A can finish a piece of work in 18 days. B can do the same work in 15 days. ഇവിടെ 15 days എന്നാണ്. B worked for 10 days and left the job. In how many days A alone can finish the remaining work? ഒരു വർക്ക് ഉണ്ട്. അത് ചെയ്യാൻ Aക്ക് 18 ദിവസവും Bക്ക് ചെയ്യാൻ 15 ദിവസമാണ് വേണ്ടത്. ആ വർക്കിന് B 10 ദിവസം വർക്ക് ചെയ്തു. എന്നിട്ട് B ലെഫ്റ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
എക്ക് എത്ര ദിവസം വേണം എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ നമ്മൾ നോർമൽ 18ഉം 15ഉം LCM എടുക്കുക. രണ്ട് സൈഡ് 18ന്റെയും 15ന്റെയും LCM എടുക്കുമ്പോൾ നമുക്കറിയാം ഒരു സ്ഥലത്ത് 5 ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് 18 × 5 കണ്ടാൽ മതി, അതിന്റെ ഇടയിലുള്ളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. 90 ആയിരിക്കും LCM. ഒരു സൈഡിൽ ബിയുടെ എഫിഷ്യൻസി 6ഉം എയുടെ എഫിഷ്യൻസി 5ഉം കിട്ടും. ഇനി ക്വസ്റ്റ്യന് തന്ന ഡാറ്റ എഴുതുക. അതായത് 90 ടോട്ടൽ വർക്ക് ഉള്ളത്. 10 ദിവസം കൊണ്ട് ബി വർക്ക് ചെയ്തു എന്നാണ്. 15 days ബി വർക്ക്ഡ് ഫോർ 10 days. ബി 10 ദിവസം വർക്ക് ചെയ്തു. അപ്പൊ ബിയുടെ വർക്ക് എത്ര തീർന്നു? 10 × 6 60 വർക്ക് അവിടെ 90ൽ 60 വർക്ക് ബി തീർത്തു. ബാക്കിയുള്ള വർക്ക് എത്രയാണ്? 90 - 60 30 ആ 30 വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്ക് എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 30 ഡിവൈഡഡ് ബൈ എയുടെ എഫിഷ്യൻസി കണ്ടാൽ നമുക്ക് ഡേയ്സ് കിട്ടും. 30 ഡിവൈഡഡ് ബൈ 5 ആണ്. 30 ഡിവൈഡഡ് ബൈ 5 എത്ര ആയിരിക്കും? 6 ഡേയ്സ് ആയിരിക്കും. ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു, ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. എയും ബിയും വർക്ക് ചെയ്യാൻ ഇത്ര ദിവസങ്ങളാണ്. അതിൽ ബി ഒരു 10 ദിവസം വർക്ക് ചെയ്തു, എന്നിട്ട് ബി പോയി ലെഫ്റ്റ് ചെയ്തു. ബാക്കിയുള്ള വർക്ക് ചെയ്യാൻ എക്ക് എത്ര ദിവസം എടുക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒക്കെ കോൺസെപ്റ്റ് സെയിം തന്നെയാണ്. നമ്മുടെ കാർഡ് ബോക്സിന്റെ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ എല്ലാത്തിലും യൂസ് ചെയ്യുന്നത്. എഫിഷ്യൻസി കാണുക, ആ എഫിഷ്യൻസി വെച്ചിട്ട് 10 ദിവസം കൊണ്ട് ബി എത്ര ബോക്സ് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ബാക്കി എത്ര ബോക്സ് ഉണ്ടാവും നോക്കുക. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എക്ക് എത്ര ദിവസം എടുക്കുമെന്നും കാണുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം എഫിഷ്യൻസി മെത്തേഡ് യൂസ് ചെയ്തിട്ട്. നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 15 days and 10 days respectively. They contracted to complete the work for ₹30,000. The share of A in the contracted money will be. അപ്പൊ ഇത് ടൈം ആൻഡ് വർക്കിലെ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു സാലറി പറഞ്ഞിട്ടുണ്ട് ടൈം ആൻഡ് വർക്കിൽ. ഇവർക്ക് ഒരു മൊത്തം സാലറി പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരും ചെയ്യുന്ന ഡേയ്സും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മൊത്തം സാലറിയിൽ എക്ക് എത്ര പൈസ കിട്ടും എന്നാണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്യാറ് നോർമലി ടൈം ആൻഡ് വർക്കിൽ ചെയ്യാറ് എഫിഷ്യൻസി ബേസ് ചെയ്തിട്ടാണ്. അതായത് എയും ബിയും ഒരു ദിവസം എത്ര ബോക്സ് ഉണ്ടാക്കും, എത്ര ബോക്സ് കൂടുതൽ ഉണ്ടാക്കുന്നവർക്കായിരിക്കും കൂടുതൽ സാലറി. അപ്പൊ ആ എഫിഷ്യൻസിയുടെ ബേസിൽ എത്ര ബോക്സ് ആണോ ഉണ്ടാക്കുന്നത് ആ ബേസിലാണ് നമ്മൾ എന്ത് ഡിവൈഡ് ചെയ്യുക? സാലറിയെ ഡിവൈഡ് ചെയ്യുക. നമ്മുടെ വേജ് ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുക എഫിഷ്യൻസിയുടെ ബേസിലാണ്. ഡേയ്സിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം ഡേയ്സ് എത്ര ദിവസം എടുത്തു, ദിവസക്കൂലി അല്ല ടൈം ആൻഡ് വർക്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ദിവസം എത്ര വർക്ക് ചെയ്തു അതിനാണ് സാലറിയുടെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുക. അപ്പൊ ആ ലെവലിലേക്ക് നമ്മൾ ചെയ്യുക. 15ഉം 10ഉം ആണ്. രണ്ടിന്റെ LCM 30 ആണ്. ഒരു സ്ഥലത്തുള്ള എഫിഷ്യൻസി എയുടെ എഫിഷ്യൻസി 2ഉം ബിയുടെ എഫിഷ്യൻസി 3ഉം ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ബിക്ക് ആയിരിക്കും സാലറി കൂടുതൽ, എക്ക് കുറവായിരിക്കും. അപ്പൊ നമ്മുടെ മൊത്തം സാലറിയെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഏതായിരിക്കും? എഫിഷ്യൻസിയുടെ റേഷ്യോ ആയിരിക്കും. 2:3 എന്ന രീതിയിലായിരിക്കും നമ്മൾ ഏതിനെ ഡിവൈഡ് ചെയ്യുക? സാലറിയെ അല്ലെങ്കിൽ ടോട്ടൽ മണിയെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ 2:3 റേഷ്യോയിലായിരിക്കും. അപ്പൊ മൊത്തം 5 യൂണിറ്റ്സ് ആണ് ഉള്ളത്. 5 യൂണിറ്റ്സ് 30,000 ആണ്. നമുക്ക് ആവശ്യമുള്ളത് ആരുടേതാണ്? എയുടെയാണ്. എയുടെ 2 യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റ് അപ്പൊ എത്ര ആയിരിക്കും? 5 യൂണിറ്റ് 30,000 ആണെങ്കിൽ ഒരു യൂണിറ്റ് 6,000 ആയിരിക്കും. എയുടെ 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 12,000 റുപ്പീസ് ആയിരിക്കും. എക്ക് എത്ര പൈസ കിട്ടുമെന്ന് ചോദിച്ചാൽ 12,000 ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. എഫിഷ്യൻസി കാണുക, അതിന്റെ റേഷ്യോയിലായിരിക്കും എമൗണ്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഒരാൾക്ക് കിട്ടിയ എമൗണ്ട് എന്നിട്ട് വേറൊരാളുടെ എമൗണ്ട് ചോദിച്ചാലും ഇതേ മെത്തേഡ് തന്നെയാണ്, അതിൽ റേഷ്യോ കൂടെ വരും എന്നേ ഉള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ലെസൺ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ കോഴ്സിന് ഇനിയും റിവ്യൂ നൽകാത്തവരാണെങ്കിൽ കോഴ്സിന് ഒരു റിവ്യൂ നൽകാൻ ശ്രദ്ധിക്കുക. അതുപോലെ എന്റെ പ്രൊഫൈൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഹാറ്റ്സ് എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ചെയ്യാം. ഈ ടൈം ആൻഡ് വർക്കിന്റെ കോഴ്സ് ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ടൈം ആൻഡ് വർക്ക് കോഴ്സിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാനുള്ള ഐഡിയാസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പൊ നിങ്ങൾ മാക്സിമം ഹെൽപ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും. ആ രീതിയിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.